ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. അങ്ങനെ അർച്ചന ഓരോന്നായി പറയുമ്പോൾ അവന്തിക പറയുകയാണ്, ഒരു കാര്യം ചെയ്യാം, നീ പറയുന്ന കാര്യമെല്ലാം ഞാൻ ഏറ്റെടുക്കാം, അതോടെ നിന്റെ പ്രശ്നമെല്ലാം തീരുമല്ലോ. പിന്നെ മറ്റൊരു കാര്യം കൂടി, ഇവിടെയുള്ള എല്ലാവർക്കും പെണ്ണിനും ചെറുക്കനുമടക്കം ഇപ്പോൾ ഈ വിവാഹത്തിന് സമ്മതമാണ്. ഇതിന് എതിര് നിൽക്കുന്നത് നീ മാത്രമാണ്, അതും കൂടി നീ ഓർക്കണം. ഇത് കേൾക്കുന്ന അർച്ചന പറയുകയാണ്, അതെ, ഈ വിവാഹം നടക്കരുതെന്നും ആതിരയും സന്ദീപും തന്നെ ഒന്നിക്കണമെന്നും സന്ദീപ് അടക്കം എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ ഈ ചെയ്തുകൂട്ടലിനെല്ലാം തന്നെ അവസാനം അനുഭവിക്കേണ്ടി വരുന്നത് അനഘയായിരിക്കും. ജീവിതാവസാനം വരെ അവൾ കണ്ണീര് കുടിക്കേണ്ടി വരും, അതും കൂടി നിങ്ങൾ ഓർക്കണം. ഇത്രയ്ക്കും ഉഗ്രശാപം ഒന്നും വേണ്ട അർച്ചനെ. എന്താണെങ്കിലും നിന്റെ തോൽവി നീ തന്നെ സമ്മതിച്ചല്ലോ. എന്താണെങ്കിലും നിന്റെ വാശിക്കും വൈരാഗ്യത്തിനും ഒന്നും ഇനി ഒരു കാര്യവും ഇവിടെ ഇല്ലെന്ന് നിനക്ക് മനസ്സിലായല്ലോ. അതുകൊണ്ട് ഇത് നമുക്കൊരു സമാധാനപരമായ ചർച്ചയിലൂടെ തന്നെ നിർത്തിവെക്കാം. അവന്തികയും അർച്ചനയും തമ്മിലുള്ള എല്ലാ മത്സരവും ദാ ഇവിടെ വെച്ച് നമുക്ക് നിർത്താം. നീ ഇത്രയും നാളും എനിക്ക് നേർക്കുനേർ നിന്ന് പോരാടിയതിനും ഒക്കെ തന്നെ ഒരു സമ്മാനമായി ഇത് കരുതിയാൽ മതി. നീ ഇതുവരെ ഉടുത്തതിൽ വെച്ച് ഏറ്റവും വില കൂടുതലുള്ള സാരിയായത്. നന്നായി തന്നെ അണിഞ്ഞൊരുങ്ങി വേണം നീ നാളെ അങ്ങോട്ടേക്ക് വരാൻ. അത്രയും പറഞ്ഞുകൊണ്ട് അവന്തിക അവിടെ നിന്ന് പോകുമ്പോൾ വിഷമത്തോടെ നിൽക്കുകയാണ് അർച്ചന. പിന്നീട് കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. എല്ലാവരും പോകാനായി ഒരുങ്ങി നിൽക്കുകയാണ്. അല്ല, അനൂപിനെ കണ്ടില്ലല്ലോ എന്ന് മാഷ് പറയുമ്പോൾ കമല പറയുകയാണ്, അവൻ അറിയില്ല അവൻ്റെ കാര്യമൊന്നും. അതേസമയം അനൂപ് റെഡിയായി പുറത്തേക്ക് വരുന്നു. നിങ്ങളെല്ലാവരും നിർബന്ധിച്ചതുകൊണ്ട് മാത്രമാണ് ഞാൻ വരാമെന്ന് സമ്മതിച്ചത്. പക്ഷേ ഞാൻ എന്താണെങ്കിലും രാത്രിയൊന്നും അവിടെ തങ്ങാൻ പോകുന്നില്ല. ഞാൻ ഇങ്ങോട്ടേക്ക് വരും. നാളെ ഞാൻ നേരെ മണ്ഡപത്തിലേക്ക് എത്തിയേക്കാം. ഇത് കേൾക്കുന്ന മീര പറയുകയാണ്, അതൊക്കെ അവിടെ ചെന്നിട്ടുള്ള കാര്യമല്ലേ, നമുക്ക് അന്നേരം ആലോചിക്കാം. അല്ല, ആതിര അവളെ ഇതുവരെ കണ്ടില്ലല്ലോ എന്ന് അനൂപ് പറയുമ്പോൾ എല്ലാവരും ആതിരയുടെ മുറിയുടെ അങ്ങോട്ടേക്ക് നോക്കുകയാണ്. കഥ കടച്ചു കിടക്കുന്നത് കണ്ട് അനൂപ് ചെന്ന് കഥകിൽ തട്ടുന്നുണ്ടെങ്കിലും അകത്ത് കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ആതിര. എല്ലാവരും ഒരു നിമിഷത്തേക്കെങ്കിലും ഭയപ്പെടുന്നു. തുടർന്ന് ആതിര പുറത്തേക്ക് വരുമ്പോൾ മീര ചോദിക്കുകയാണ്, ഞങ്ങളെല്ലാവരും കല്യാണ വീട്ടിലേക്കും നീ എന്താ മരണ വീട്ടിലേക്കുമാണോ പോകുന്നത്? തുടർന്ന് അനൂപ് അകത്തേക്ക് ചെന്ന് ആതിരയോട് പറയുകയാണ്, നീ എല്ലാം മറക്കണം. അവൻ നാളെ ഒരു ഭർത്താവാകാൻ പോവുകയാണ് മറ്റൊരു പെൺകുട്ടിക്ക്. അതുകൊണ്ട് എല്ലാം മറന്ന് സന്തോഷത്തോടെ വേണം എൻ്റെ മോള് ഞങ്ങളുടെ ഒപ്പം വരാൻ. ഇത് കേൾക്കുന്ന മീരയും അകത്തേക്ക് കയറി ആതിരയുടെ മുടിയൊക്കെ ചീകി കൊടുക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. സേതുമാധവൻ അനഘയെയും സന്ദീപിനെയും വിളിപ്പിച്ചിരിക്കുകയാണ്. ഇന്നൊരു രാത്രി കൂടി കഴിഞ്ഞാൽ നിങ്ങൾ രണ്ടും രണ്ടുപേരല്ല ഒന്നാണ്. വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്ന സന്തോഷം അനഘയുടെ മുഖത്ത് കാണാം. സന്ദീപിന്റെ മുഖത്തെന്താ അതില്ലാത്തത്? അതങ്കിൾ എപ്പോഴും അങ്ങനെയല്ലേ? വിവാഹമെന്ന് കേൾക്കുമ്പോഴേ സന്ദീപിന് ടെൻഷനാണ്. അത് നിങ്ങൾ രണ്ടും ഒന്നിച്ച് സംസാരിക്കാത്തതിന്റെ കുഴപ്പമാണെന്നേ ഞാൻ പറയൂ. നാളെ മുതൽ ഇവനെ നീ മാറ്റിയെടുക്കണം എന്ന് സേതു പറയുമ്പോൾ അനഘ പറയുകയാണ്, അതൊക്കെ ഞാൻ ഏറ്റു അങ്കിൾ. നാളെ മുതൽ ഇവൻ എൻ്റെ ഭർത്താവാണല്ലോ. അതേസമയം ആരോ ബെല്ലടിക്കുകയാണ്. ഞാൻ പോയി നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞ് സന്ദീപ് പുറത്തേക്ക് പോകുന്നു. അങ്ങനെ സന്ദീപ് ചെന്ന് കതക് തുറക്കുമ്പോൾ കാണുന്നത് വൃന്ദാവനത്തിലെ എല്ലാവരും വന്നിരിക്കുന്നതാണ്. അവരെ കണ്ട് ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് സന്ദീപ്. തുടർന്ന് സേതുമാധവൻ പുറത്തേക്ക് ചെന്ന് അവരെല്ലാം സ്വീകരിച്ചിരുത്തുന്നു. നാളെ ഈ വിവാഹം ഒന്ന് കഴിഞ്ഞു കിട്ടിയാൽ ഇവന്റെ കാര്യത്തിൽ സമാധാനമായേനെയെന്ന് സേതു പറയുന്നു. അതേസമയം സച്ചിയും അർച്ചനയും താഴേക്ക് വരികയാണ്. തുടർന്ന് സന്ദീപ് തന്റെ മുറിയിലേക്ക് പോകുന്നു. അപ്പോൾ മീര ചോദിക്കുകയാണ്, അല്ല, കല്യാണ ദിവസമൊക്കെ ആയിട്ടും ഇവിടെ ഒരുക്കങ്ങളൊന്നും കാണുന്നില്ലല്ലോ, അവന്തികയൊന്നും ഇവിടെ ഇല്ലേ? ഇല്ല, അവള് ഓരോ കാര്യത്തിനു വേണ്ടി പുറത്തേക്ക് പോയിരിക്കുകയാണ്. മുൻപത്തെ പോലെ തടസ്സങ്ങളൊന്നും ഉണ്ടാകരുതേ എന്നുള്ള പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. എല്ലാം നന്നായി തന്നെ നടന്നാൽ മതിയായിരുന്നെന്നും സേതുമാധവൻ പറയുന്നു. തുടർന്ന് സന്ദീപ് മുറിയിലേക്ക് വരുമ്പോൾ ആ അജ്ഞാതൻ സന്ദീപിന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ്. നമ്മൾ തമ്മിലുള്ള അവസാനത്തെ ഫോൺ വിളിയായിരിക്കും ഇത്. ഇനിയും നിന്റെ മനസ്സ് മാറില്ലെന്നാ ഞാൻ കരുതുന്നത്. പക്ഷേ എന്തെങ്കിലും മാറ്റം നീ വരുത്താൻ ശ്രമിച്ചാലുണ്ടല്ലോ, ഇനി ഫോട്ടോ അയക്കൽ ഒന്നും ഉണ്ടാകില്ല. എല്ലാം നേരിട്ട് തീർത്തിട്ടാകും നിന്നെ ഞാൻ വിളിച്ചു പറയുന്നത്. ദയാനന്ദ മാഷും കുടുംബവുമൊക്കെ നെല്ലിശ്ശേരിയിൽ എത്തിയല്ലേ എന്ന് അയാൾ ചോദിക്കുമ്പോൾ ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് സന്ദീപ്. അതേസമയം അർച്ചന സന്ദീപിന്റെ മുറിയിലേക്ക് വരികയാണ്. നിങ്ങൾ പറയുന്നതെല്ലാം തന്നെ ഞാൻ അനുസരിച്ചോളാം. എൻ്റെ വീട്ടുകാരെ നിങ്ങൾ വെറുതെ വിടണമെന്ന് സന്ദീപ് പറയുന്നു. ഇത് കേട്ട് ഒരു ഞെട്ടലോടെ നിൽക്കുകയാണ് അർച്ചന. ഇനി നിങ്ങൾ എന്നെ വിളിക്കണ്ടെന്ന് സന്ദീപ് പറയുമ്പോൾ അയാൾ പറയുകയാണ്, നീയേ നിന്റെ പഴയ കാമുകിയെ കാണുമ്പോൾ കവാത്ത് മറക്കുമോ എന്ന് ആർക്കറിയാം. അതുകൊണ്ട് നാളെ താലികെട്ട് കഴിയുന്നത് വരെ ഞാൻ നിന്നെ വിളിച്ചുകൊണ്ടേയിരിക്കും. എന്നാലേ ശരി അനിയ, ഇനി സമയം കിട്ടുമ്പോൾ ഞാൻ വിളിക്കാമെന്ന് അയാൾ കോള് കട്ട് ചെയ്യുമ്പോൾ ദേഷ്യത്തോടെ തൻ്റെ ഫോൺ ബെഡിലേക്ക് വലിച്ചെറിയുകയാണ് സന്ദീപ്. അങ്ങനെ അയാൾ ഫോൺ കട്ട് ചെയ്യുമ്പോൾ അയാൾ അവന്തികയ്ക്ക് ഷെയ്ക്കാൻഡ് കൊടുക്കുകയാണ്. നല്ല കാര്യം മൂർത്തി, താൻ എനിക്കും എൻ്റെ അനിയത്തിക്കും വേണ്ടി നല്ലൊരു സഹായം തന്നെയാണ് ചെയ്തതെന്ന് അവന്തിക പറയുന്നു. സന്ദീപ് അനഘയുടെ കഴുത്തിൽ താലി കെട്ടിയിരിക്കും. ഇത് മേഡത്തിന് മൂർത്തി തരുന്ന വാക്കാണ്. അപ്പോൾ എന്നെക്കൊണ്ടുള്ള ആവശ്യം മേഡത്തിന് കഴിഞ്ഞില്ലേ എന്ന് മൂർത്തി ചോദിക്കുമ്പോൾ അവന്തിക പറയുകയാണ്, തൽക്കാലം കഴിഞ്ഞെന്ന് പറയാം, പക്ഷേ ഇനിയും വേണ്ടി വരും.
ഇത് കേൾക്കുന്ന മൂർത്തി ചിരിച്ചുകൊണ്ട് അവന്തികയെ നോക്കുകയാണ്. തുടർന്ന് അജയനോട് അവന്തിക പറയുകയാണ്, മൂന്നാമതൊരാൾ ഇതറിയുന്നതായി നീ മാത്രമേ ഉള്ളൂ. നീയായിട്ട് ആരോടും പറയാൻ നിൽക്കണ്ട. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.